ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എഗ്ലെസ് ചോക്ലേറ്റ് കപ്പ് കേക്കാണ്. ഇത് നമ്മൾ ഓവനും ബീറ്ററും അതുപോലെ കപ്പ് കേക്കിൻ്റെ മോൾഡും ഒന്നും ഉപയോഗിക്കാതെ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ്. മുട്ട ഒട്ടും ഉപയോഗിക്കാതെ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണിത്. ഈ വീഡിയോ എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദപ്പൊടി 1 കപ്പ്, കൊക്കോ പൗഡർ 1/4 കപ്പ്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ഉപ്പ് 1/4 ടീസ്പൂൺ, പാല് 1/2 കപ്പ്, സൺഫ്ലവർ ഓയിൽ 1/2 കപ്പ്, തൈര് 1/4 കപ്പ്. ഇവയാണ് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം നമുക്ക് കേക്കിൻ്റെ ബാറ്റർ മിക്സ് ചെയ്യാനായിട്ട് ഒരു വലിയ ബൗൾ എടുക്കാം. ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 കപ്പ് മൈദപ്പൊടിയാണ്. ഇതിനെ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് നേരത്തെ അരിച്ചെടുത്ത മൈദപ്പൊടിയാണ്, അതുകൊണ്ടാണ് ഇത് അരിച്ചെടുക്കുന്നത് കാണിക്കാത്തത്. ഇനി നിങ്ങൾ അരിച്ചെടുത്തിട്ടില്ലെങ്കിൽ ഇതൊരു അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ട് വേണം ബൗളിലേക്ക് ഇടാൻ. ഈ മൈദപ്പൊടി അരിച്ചെടുത്ത് കഴിഞ്ഞാലേ നമ്മുടെ കേക്ക് നല്ല പോലെ പൊങ്ങി വരുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗമൊന്നും വേണ്ടത്ര പൊങ്ങി വരില്ല. അടുത്തതായി നമുക്കിതിലേക്ക് വേണ്ടത് 1/4 കപ്പ് കൊക്കോ പൗഡറാണ്. ഇതിനെയും കൂടെ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. അതും കൂടെ നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര പൗഡറാണ് നമുക്ക് 1 കപ്പ് വേണ്ടത്, അതുകൊണ്ട് പഞ്ചസാര പൊടിച്ചതിന് ശേഷം 1 കപ്പ് അളന്നെടുക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ 1 കപ്പോളം പഞ്ചസാര പൗഡർ കിട്ടും. പിന്നെ ഞാൻ ഇതെല്ലാം അളന്നെടുക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള മെഷർമെൻറ്റ് കപ്പാണ്. ഇതൊരു കപ്പ് എന്ന് വെച്ചാൽ 250 ഗ്രാമാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ കപ്പ് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും 250 ഗ്രാം വരുന്ന ടിന്നോ എന്തെങ്കിലും എടുത്താൽ മതി. നമ്മുടെ മിൽക്ക് മെയ്ഡിൻ്റെയൊക്കെ ചെറിയ ടിന്നൊക്കെ 250 ഗ്രാമാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അളന്നെടുത്താലും മതി. അടുത്തത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നാണോ എന്ന്. അതല്ല, ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും രണ്ടും രണ്ടായിട്ട് തന്നെ വാങ്ങിക്കാനായിട്ട് കിട്ടും. സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ നമുക്കത് വാങ്ങിക്കാനായിട്ട് കിട്ടും. പിന്നെ ഒരു കാര്യം കൂടി, പലരും ഇതുപോലെ തന്നെ എന്നോട് ചോദിക്കുന്നുണ്ട്, ഈ കേക്കിലേക്ക് ബേക്കിംഗ് സോഡ മാത്രം മതിയില്ലേ, കേക്ക് പൊങ്ങി വരില്ലേ എന്നൊക്കെ. പറ്റില്ല, കേക്ക് ഉണ്ടാക്കാനായിട്ട് ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മസ്റ്റാണ്, എന്നാലേ കേക്ക് നന്നായിട്ട് പൊങ്ങി വരികയുള്ളൂ. പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പോളം പാല് ചേർക്കണം. ഈ പാല് നിങ്ങൾ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം എടുക്കാൻ. ഇനി നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അരമണിക്കൂർ ഫ്രിഡ്ജിൻ്റെ പുറത്ത് വെച്ചിട്ട് നല്ല പോലെ തണുപ്പ് കളഞ്ഞ് റൂം ടെമ്പറേച്ചറിലുള്ള പാലാക്കിയതിന് ശേഷം മാത്രം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് തിളപ്പിച്ച പാലോ അല്ലെങ്കിൽ തിളപ്പിക്കാത്ത പാലോ ഒക്കെ ഉപയോഗിക്കാം. ഇനി തിളപ്പിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ തിളപ്പിച്ചതിന് ശേഷം നല്ല പോലെ ചൂട് പോയതിന് ശേഷം മാത്രമേ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആ പാല് ഉപയോഗിക്കാൻ പാടുള്ളൂ. അടുത്ത ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കാം. ഈ സൺഫ്ലവർ ഓയിൽ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ചേർത്താൽ മതി. അതല്ലെങ്കിൽ മെൽറ്റ് ചെയ്ത ബട്ടറോ അല്ലെങ്കിൽ മെൽറ്റ് ചെയ്ത നെയ്യോ ഒക്കെ 1/2 കപ്പ് ചേർത്താലും മതി. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് 1/4 കപ്പ് തൈരാണ്. തൈരും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നല്ല പോലെ തണുപ്പ് പോയതിന് ശേഷം മാത്രം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇതന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് സ്പൂണോ അല്ലെങ്കിൽ വേറെ സ്പാച്ചുലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. നല്ല പോലെ ഒന്ന് ഡ്രൈ ഇൻഗ്രീഡിയൻസും പാലും ഓയിലും ഒക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഇപ്പം ഇതെല്ലാം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇതിന് ഞാനിപ്പോൾ ഒരു കേക്കിൻ്റെ ടിൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ റൗണ്ടിലുള്ള കേക്കിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളെ കയ്യിൽ ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പകരം ഇതുപോലെ റൗണ്ടിലുള്ള സ്റ്റീലിൻ്റെ പ്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തട്ടോ ഒക്കെ എടുത്താൽ മതി. ഇത് ജസ്റ്റ് നമ്മൾ കപ്പ് കേക്കിൻ്റെ മോൾഡായിട്ട് ഉപയോഗിക്കുന്ന പേപ്പർ ഗ്ലാസ് ഒന്ന് ഇറക്കി വെക്കാനായിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള പേപ്പർ ഗ്ലാസ് ആണ് ഞാനിപ്പോൾ കപ്പ് കേക്കിൻ്റെ മോൾഡായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ ഈ കേക്കിൻ്റെ ടിന്നിൻ്റെ അകത്തേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ കപ്പ് കേക്കിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ അത് ഈ പേപ്പർ ഗ്ലാസിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഈ കപ്പ് കേക്കിലേക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ ഈ പേപ്പർ ഗ്ലാസിൻ്റെ അകത്ത് ഓയിലോ നെയ്യോ ഒന്നും തടവി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഇതിൽ നിന്നും കേക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്ററി ഗ്ലാസിൻ്റെ പകുതിയോളം ഒഴിച്ചു കൊടുക്കാം. കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളിത് ബേക്കായി വരുമ്പോൾ ഈ കേക്കിൻ്റെ ബാറ്ററി പൊങ്ങി വരും. അപ്പോൾ ഇത് ഗ്ലാസിൻ്റെ പുറത്തോട്ട് പോവും. അതുകൊണ്ട് ഗ്ലാസിൻ്റെ പകുതി മാത്രം ബാറ്ററി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാനും വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിനുള്ള ബാറ്ററും മോൾഡും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ കേക്ക് ബേക്ക് ചെയ്യാം എന്ന് നോക്കാം. ഇതിനായിട്ടിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള അയണിൻ്റെ പാനാണ്. ഇതുപോലത്തെ പാൻ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് കുക്കർ വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇഡ്ഡലി തട്ട് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. അതല്ല പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇതുപോലുള്ളൊരു വയർ റാക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഈ അയണിൻ്റെ പാൻ ഉപയോഗിച്ചതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ ഉപ്പോ അല്ലെങ്കിൽ വെള്ളമോ ഒന്നും അഡീഷണലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി നിങ്ങൾ കുക്കർ ഉപയോഗിക്കുകയാണെങ്കിൽ കുക്കറിൻ്റെ അടിയിൽ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം വേണം ഇതുപോലെ തട്ട് ഇറക്കി കൊടുക്കാനായിട്ട്. അതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആണെങ്കിൽ അടിയിൽ വെള്ളം വെച്ചിട്ട് വേണം നമ്മൾ ഈ തട്ട് ഇറക്കി കൊടുക്കാനായിട്ട്. ഇനി നിങ്ങൾക്ക് ഇതേ ബാറ്റർ തന്നെ ഓവനിലും ബേക്ക് ചെയ്തെടുക്കാം. ഓവനിൽ ബേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പേപ്പർ ഗ്ലാസ് ഉപയോഗിക്കരുത്. പകരം കപ്പ് കേക്കിൻ്റെ മോൾഡ് തന്നെ ഉപയോഗിച്ചിട്ട് വേണം ഇത് തയ്യാറാക്കാനായിട്ട്. ഈ പാനൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കണം. നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ടിന്ന് ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി കൊടുക്കാം. ഇനി നമുക്കിതിനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. 35 മിനിറ്റ് എന്ന് കറക്റ്റ് സമയമൊന്നുമല്ല. അത് നിങ്ങളുടെ പാനിൻ്റെ ചൂടിനനുസരിച്ചിട്ട് മാറി വരും. ചിലപ്പോൾ 35 മിനിറ്റ് ഉള്ളത് 40-45 മിനിറ്റോളൊക്കെ ടൈം എടുക്കും ഇത് ബേക്കായിട്ട് വരാൻ. പിന്നെ ഇത് ബേക്കായി വരുന്ന സമയം കൊണ്ട് നിങ്ങൾ ഈ മൂടി ഇടയ്ക്കിടയ്ക്ക് വന്ന് തുറന്ന് നോക്കരുത്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പോലെ പൊങ്ങി വരുമൊന്നുമില്ല. അതുകൊണ്ട് ഒരു 35 മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തുറന്ന് നോക്കിയേ ചെയ്യാതെ വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 35 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് തുറക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നല്ല പോലെ ചൂട് പോവാനായിട്ട് അനുവദിക്കുക. നല്ല പോലെ ചൂട് പോയതിന് ശേഷം നമുക്കിതിനെ ഓരോന്നിനെയും പേപ്പർ ഗ്ലാസിൻ്റെ അകത്തുനിന്ന് ഈ ഗ്ലാസ് ഇതുപോലെ അങ്ങ് കീറിയെടുത്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിത് ഓരോന്നിനെയും ഇതുപോലെ പേപ്പർ ഗ്ലാസിൻ്റെ അകത്തുനിന്ന് റിമൂവ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം ഞാനിതെല്ലാം പേപ്പർ ഗ്ലാസിൻ്റെ അകത്തുനിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, നല്ല പോലെ സോഫ്റ്റ് ആയിട്ടാണ് നമ്മളെ കേക്ക് ഇരിക്കുന്നത്. ഇത് നിങ്ങൾ കപ്പ് കേക്കിൻ്റെ മോൾഡ് ഉപയോഗിക്കുകയാണെങ്കിൽ കറക്റ്റ് അടിവശമൊക്കെ അതേ ഷേപ്പിൽ തന്നെ കിട്ടും.
അങ്ങനെ നമ്മുടെ എഗ്ലെസ് ചോക്ലേറ്റ് കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.